ഹലോ ഗായ്സ്, അപ്പം ഡീമൺ സ്ലെയർ ദി ഇൻഫിനിറ്റി കാസ്റ്റിൽ ദ മൂവി കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 സീസൺ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. ഞാൻ കുത്തി ഇരുന്ന് കണ്ടിട്ടാണ് പടത്തിന് പോയത്. സീരീസ് ഒരു രക്ഷയില്ല, മാരക സാധനമാണ്. ക്ഷമയോടെ കാണണം. ഐറ്റം എന്ന് പറഞ്ഞാൽ വൻ വിഷയമാണ്. ഫൈറ്റ് സീക്വൻസൊക്കെ ആനിമയിൽ ഇങ്ങനെയും എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പ്രൂവ് ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ഇറങ്ങിയ ഡീമൺ സ്ലെയർ ദി ഇൻഫിനിറ്റി കാസ്റ്റിൽ. ഒരു രക്ഷയില്ല. പടം ഭയങ്കര ഒന്നാമതായി ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ ഒരു രക്ഷയില്ല. കിട്ടിയില്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അറ്റ് ദി എൻഡ് വരെ. ഇതിൽ ബാക്ക് സ്റ്റോറീസ്, ഒരുപാട് ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഈ വില്ലന്മാരുടെ ഒക്കെ ബാക്ക് സ്റ്റോറി നല്ലോണം വരുന്നുണ്ട്. നമ്മളത് ക്ഷമയോടെ കുറച്ച് കണ്ടേ പറ്റുള്ളൂ. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ക്ഷമയോടെ കാണണം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയും, ഡീമൺ സ്ലെയറിന്റെ സീസൺ 2 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഫേവറേറ്റ് ആ ഒരു സാധനമാണ്. അതിൽ നമ്മുടെ ക്യോജിറോയും അക്കാസയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. എൻ്റെ അമ്മയും അക്കാസയും ക്യോജിറോ ഒരു രക്ഷയില്ല. അതിൽ തീ ഫൈറ്റ് സീൻ ആയിരുന്നു. ഒരു രക്ഷയില്ല. എപ്പിക്. ഞാൻ ആനിമയിൽ കണ്ട വൺ ഓഫ് ദി എപ്പിക് ഫൈറ്റ് സീൻസ് എവർ ആയിരുന്നു ആ ഒരു എപ്പിസോഡിൽ, ആ ഒരു സീസണിൽ. അടിപൊളി തന്നെ, അടിപൊളി സാധനം. അവനോ അക്കാസനെ കൊന്നാ മതി എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്നിട്ട് അക്കാസോ ഓടി ഞെരിക്കും. തുമ്പത്ത് വച്ച് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ എഡ്ജിലെത്തുമ്പോഴാണ് സൂര്യൻ വരുന്നത്. സൺലൈറ്റ് വരുമ്പോൾ തന്നെ ഇത് അക്കാസ ഓടും. അക്കാസ ഓടുമ്പോൾ ടഞ്ചീറോ പുറകെ വന്ന് ഡയലോഗ് അടിക്കും. നീ അവനാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു 5 സാധനം ഉണ്ടല്ലോ. ഓപ്പോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയറി വരും എനർജി. ഊപ്പ സാധനമാണ് സീസൺ 2. പക്ഷെ ആ സീസൺ 2 ആ ഒരു എപ്പിക് ഒരു ഫൈറ്റ് ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഐറ്റം ഉണ്ട്. ഒരുപാട് ഫൈറ്റ് സീൻസ് ഒക്കെ ഒരുപാട് നല്ലോണം കിട്ടിലായിട്ട്, നല്ലോണം അല്ല, സെറ്റ് ഫൈറ്റ് സീനൊക്കെ ഇതിലും സെറ്റാണ്. വേറെ ഒന്നും വിഷയം പറയാനില്ല. പക്ഷേ എനിക്ക് ആ സീസൺ 2 കുറച്ചുകൂടെ കയറി നിൽക്കും. ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, പറയുമ്പോൾ തന്നെ ഒരു എനർജിയാണ് സാധനം. പിന്നെ എനിക്ക് ഇതിൽ സത്യം പറയട്ടെ, ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പേര് എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റൂല, ഭയങ്കര പാടാണ്. പിന്നെ ഫീമെയിൽസിൻ്റെ അടിപൊളി ഒരു സാധനമുണ്ട്. അതൊക്കെ കിട്ടില്ല, ഒന്നും പറയരുത്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒന്നാമത്തെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പേഷ്യൻ്റ് വേണം. കാരണം ക്ഷമയോടെ കാണണം. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ വില്ലന്മാരുടെ ഫ്ലാഷ് ബാക്ക് കുറച്ച് ഇങ്ങനെ കാണിക്കും. അതൊന്ന് സഹിച്ചേ പറ്റൂ കുറച്ച്. വേറെ ഒരു പ്രശ്നവും. നമ്മൾ സീസൺ കാണുന്ന പോലെ അല്ല ഈ സിനിമയിൽ നമ്മൾ വരുമ്പോൾ. സീസൺ നമുക്ക് അറിയാം ഇങ്ങനെയാണ് പോകുന്നത്. സിനിമയിലും നമ്മൾ സീസണായിട്ട് തന്നെയാണ് പോകുന്നത്. സീസൺ എങ്ങനെ കണ്ടതുപോലെയാണ് സിനിമയും പോകുന്നത്. പക്ഷെ ഒന്നാമതായ തിയേറ്ററിലാണ് നമ്മൾ കാണുന്നത്. ഇത്തരം ഫാൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഓറ അത് കിട്ടിയാൽ മതി. എനർജി കയറിപ്പോൾ ആ ഒരു ലക്ക് സത്യം പറഞ്ഞാൽ എനിക്കിന്ന് തിയേറ്ററിൽ കിട്ടി. നല്ല അടിപൊളി ഓറ ഫാൻസായിട്ടാണ് ഞാൻ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. വൈബ് കട്ട വൈബായിരുന്നു പടം. കൊള്ളാം. അതും അവസാനം ഒരു പീക്കിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. അടുത്ത പാർട്ട് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പടം ചുമ്മാ തീ എന്ന് പറഞ്ഞാൽ തീ. ഞാൻ ആനിമയിൽ ഇങ്ങനത്തെ ഒരു സീരീസ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. കിട്ടില്ല സൂപ്പർ. ആ സീസൺസ് ഒക്കെ പോയി കണ്ടിട്ട് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉഗ്ര സാധനം, ഉഗ്രൻ. വേറെ ഒന്നും പറയില്ല. ബൈ.